നമസ്കാരം. 3 വർഷം മുമ്പാണ്, കൃത്യമായി പറഞ്ഞാൽ 2021 ജൂൺ 21-നാണ് വിസ്മയ എന്ന 24-കാരിയെ ഭർത്താവായ കിരണിൻ്റെ ശാസ്താംകോട്ട ശാസ്താനടയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2020 മെയ് 31-നായിരുന്നു വിസ്മയയും കിരൺകുമാറും തമ്മിലുള്ള വിവാഹം. 100 പവൻ സ്വർണവും 1 ഏക്കർ 20 സെന്റ് സ്ഥലവും 10 ലക്ഷം രൂപ വിലയുള്ള കാറുമാണ് വിസ്മയക്ക് സ്ത്രീധനമായി നൽകിയിരുന്നത്. ഇതൊന്നും മതിയാകാതെയാണ് കൂടുതൽ സ്ത്രീധനത്തുകയ്ക്കായി വിസ്മയയെ ഭർത്താവ് നിരന്തരം മർദ്ദിച്ചതും. ഒടുവിൽ നമുക്കൊക്കെ അറിയാവുന്ന പോലെ ആ പെൺകുട്ടി ഒരു സാരി തുമ്പിൽ ജീവൻ ഒടുക്കിയതും. പിന്നെ നമുക്കറിയാം, ഭർത്താവ് അറസ്റ്റിലാവുന്നു. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഈ കിരൺ എന്ന് പറഞ്ഞ ആള്. 4 മാസത്തെ വിചാരണയ്ക്ക് ശേഷം കിരൺകുമാർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നു. വിസ്മയയുടെ മരണം സംഭവിച്ച് അങ്ങനെ ഏതാണ്ട് ഒരു 11 മാസങ്ങൾ പിന്നിടുമ്പോഴായിരുന്നു കിരൺകുമാറിന് കോടതി ശിക്ഷ വിധിച്ചത്. 3 വകുപ്പുകളിലായി 18 വർഷമായിരുന്നു ശിക്ഷ. പക്ഷെ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. അങ്ങനെ 10 വർഷമാണ് കിരൺകുമാറിന് തടവ് ശിക്ഷ ലഭിച്ചത്. അതിനിടെ ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന കിരൺകുമാറിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. വിസ്മയയുടെ ഈ ദാരുണമായ അന്ത്യത്തെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേയുള്ളൂ. ഒന്നും അവസാനിക്കുന്നില്ല. സ്ത്രീധനം ചോദിക്കുന്നതും വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ നമ്മുടെ നാട്ടിൽ കുറ്റമാണ്. പരമാവധി 5 വർഷം തടവും പിഴയും നൽകാവുന്ന കുറ്റം. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ വിവാഹം എന്നത് ഒരു കച്ചവടമാണ്, വളരെ വിചിത്രമായ കച്ചവടം. അതായത് പെൺകുട്ടിയെ അങ്ങോട്ടേക്ക് പണം നൽകി വിൽക്കുക എന്ന നാണം കെട്ട ഏർപ്പാട് ഇപ്പോഴും തുടരുന്നു. ഇപ്പോഴിതാ നമ്മുടെ വിസ്മയെ പോലെ മറ്റൊരു പെൺകുട്ടിയുടെ കഥ. എറണാകുളം വടക്കൻ പറവൂർ സ്വദേശിനി കോഴിക്കോട്ടുള്ള ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഗുരുതരമായ പരിക്കുകളോടെ ആ പെൺകുട്ടി രക്ഷപ്പെട്ടിരിക്കുന്നു. അവളേതായാലും ജീവൻ വെടിഞ്ഞില്ല. അതിനു മുമ്പ് ആ പെൺകുട്ടിയുടെ അച്ഛൻ മകളെ ആ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവരികയായിരുന്നു. ഈ പെൺകുട്ടി മരിക്കാത്തതുകൊണ്ടാവാം പത്രങ്ങളിലും ചാനലുകളിലൊന്നും അത്ര വലിയ വാർത്തയൊന്നും ആയിട്ടില്ല. വിവാഹം കഴിഞ്ഞ് 7-ാം നാളിലായിരുന്നു ഈ പെൺകുട്ടിയെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഗുരുതരമായ പരിക്കുകളോടെ അച്ഛൻ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. നമ്മൾ സാധാരണ മധുവിധു നാൾ എന്നൊക്കെ പറയാറില്ലേ, ആ നാളുകളിലാണ് ഈ പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. ഭർത്താവായ രാഹുലിനെതിരെ ഗാർഹിക പീഡനത്തിന് പന്തീരങ്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയുന്നത്. പക്ഷേ ഈ വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തണമെന്നാണ് കുടുംബം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് ഇവരൊരു പരാതി നൽകാൻ വേണ്ടി പോവുകയാണ്. എന്ത് സംഭവിക്കുന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും മകളുടെ കഴുത്തിൽ മൊബൈൽ ചാർജറിന്റെ കേബിൾ കൊണ്ട് മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. ജർമ്മനിയിൽ എയറോനോട്ടിക് എഞ്ചിനീയർ ആയിരുന്നു രാഹുൽ. ഇക്കഴിഞ്ഞ മെയ് 5-നായിരുന്നു രാഹുലും ഈ പെൺകുട്ടിയും തമ്മിലുള്ള വിവാഹം, പറവൂർ സ്വദേശിനിയും തമ്മിലുള്ള വിവാഹം. പെൺകുട്ടി എംടെക് ബിരുദധാരണിയാണ്. ഈ പെൺകുട്ടിക്ക് ഒരു ബഹിരാഷ്ട്ര കമ്പനിയിൽ ജോലി ഉണ്ടെന്നാണ് പറയുന്നത്. സാധാരണ നമ്മുടെ പെൺകുട്ടികളൊക്കെ ഇത്രമാത്രം എഡ്യൂക്കേറ്റഡ് ആയിട്ടും ഈ വിസ്മയൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. പക്ഷെ വിവാഹിതയാകുന്നതോടെ ഒരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള അല്ലെങ്കിൽ സ്വന്തം തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള ധീരമായ ഒരു തീരുമാനം എടുക്കാൻ ഈ പെൺകുട്ടികൾക്കും ആകുന്നില്ല എന്നുള്ളത് എന്താണെന്ന് ആലോചിച്ചിട്ട് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ നിന്നുള്ള ഒരു സമ്മർദ്ദമായിരിക്കാം. അതായത് കല്യാണം കഴിച്ചു പോയ പെൺകുട്ടികൾ ഭർത്തു വീട്ടിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എന്തോ ഒരു സ്റ്റാറ്റസിന് കുറവ് എന്നുള്ള പോലെയാണ് പലപ്പോഴും കാണപ്പെടുന്നത്. അതുകൊണ്ട് ഈ അച്ഛന്മാര് അമ്മമാര് ഒക്കെ സാധാരണ പെൺകുട്ടികളെ നിർബന്ധിക്കും, നിങ്ങൾ വീട്ടിൽ തന്നെ നിന്നാൽ മതി, അഡ്ജസ്റ്റ് ചെയ്യൂ എന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഈ പെൺകുട്ടികൾ ആകാവുന്നിടത്തോളം പിടിച്ചു നിൽക്കുന്നു. അവസാനം ഒരു രക്ഷയുമില്ലാതെ ഏതായാലും വീട്ടിലേക്ക് മടങ്ങി വരാൻ പറ്റില്ല. അങ്ങനെ അവർ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു അതിഭീകരമായ അതിദാരുണമായ സംഭവങ്ങൾ ഒന്നിന് പുറകെ മറ്റൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഈ പെൺകുട്ടിയിലേക്ക് തിരിച്ചു വരാം. ഈ കോഴിക്കോട്ട് വിവാഹം ചെയ്തയച്ച ഈ പെൺകുട്ടി അങ്ങനെ ഈ 5-ാം തീയതി വിവാഹം, 12-ാം തീയതി എന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്ക് ഉള്ളിൽ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ വരികയാണ്. സാധാരണ നമ്മുടെ നാട്ടിലേക്ക് അടുക്കള കാണൽ എന്നൊരു ചടങ്ങുണ്ട്. വീട് കാണൽ, അടുക്കള കാണൽ എന്നൊക്കെ പറയാം. അതായത് വിവാഹം ചെയ്ത് അയച്ച പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഒരു 5-6 ദിവസത്തിനുള്ളിൽ വീണ്ടും വീട്ടുകാരൊക്കെ ചെല്ലും, കുറച്ച് പേര് ചെല്ലും.
എന്നിട്ട് എന്താ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നേരത്തെ തന്നെ വിവാഹ നാളുകളിൽ ഈ പെൺകുട്ടിക്ക് ആഭരണങ്ങളും അതല്ലാത്ത ഈ സ്ത്രീധനം എന്നുള്ള പേരിൽ മറ്റ് സമ്പത്തും പണവും ഒക്കെ നൽകിയതിന് ശേഷം ഈ ഒരാഴ്ചക്കുള്ളിൽ വരുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ വീട്ടിലേക്ക് ആവശ്യമായ, അതായത് ഭർത്താവിന്റെ വീട്ടിലേക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങളുമൊക്കെയാണ്, TV, ഫ്രിഡ്ജ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ വീട്ടിലെത്തുന്നത്. അങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പറവൂരിൽ നിന്ന് അച്ഛനും മറ്റ് കുടുംബാംഗങ്ങളും എത്തുന്നത്. അങ്ങനെ ഈ സാധനങ്ങളെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വീട്ടിൽ ഇറക്കി വെച്ചിട്ട് ഈ മകളെ കാണുന്നില്ല. അപ്പോൾ ഈ അമ്മായിമ്മ പറയാണ്, അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മ പറയാണ്, അവള് വസ്ത്രം മാറുകയാണ്, അവളിപ്പോൾ വരും എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഈ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് ഈ അച്ഛനും മറ്റു ബന്ധുക്കളും വീട്ടിലേക്ക് കയറി അവിടെ ഇരിക്കുമ്പോൾ ഈ പെൺകുട്ടി വരികയാണ്. അവളെ കണ്ടപ്പോൾ തന്നെ അച്ഛനാകെ ഞെട്ടിപ്പോയി. കാരണം ഒരാഴ്ച മുമ്പ് വിവാഹം കഴിച്ചു കൊടുത്ത മകളിൽ നിന്ന് ഏറെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവളുടെ നെറ്റിയിൽ വലിയൊരു മുഴ, കഴുത്തിലെ പാടുകള്, എന്താ പറയുക, ചുണ്ടൊക്കെ പൊട്ടിയിരിക്കുന്നു, മൂക്കിൽ നിന്ന് രക്തം വന്ന പാടുകള്. ആദ്യം ഈ പെൺകുട്ടി പറഞ്ഞു ഞാൻ കുളിമുറിയിൽ വീണതാണ് എന്ന് പറഞ്ഞു. കാരണം ഈ അമ്മായിമ്മ ആദ്യം പറയുന്നുണ്ട് മോള് കുളിമുറിയിൽ ഒന്ന് തന്നെ വീണ് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. വീണ്ടും ചോദിച്ചപ്പോഴാണ് ഈ പെൺകുട്ടി സത്യങ്ങൾ തുറന്ന് പറയുന്നത്. അതായത് വിവാഹം കഴിഞ്ഞ് വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഈ വീട്ടുകാർ എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവ്, രാഹുൽ എന്ന് പറയുന്ന ഭർത്താവ്, അയാളൊരു ലഹരിക്ക് അടിമയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എത്രമാത്രം ശരിയാണെന്ന് നമുക്കറിയില്ല. ഈ പെൺകുട്ടിയെ പിറ്റേ ദിവസം മുതൽ നിരന്തരം ഉപദ്രവിക്കുകയായിരുന്നു അത്രയും. ഒന്ന് എന്താ പറയാ, പോലീസ് പറയുന്നത് സംശയത്തിന്റെ പേരിലാണ്, വീട്ടുകാർ പറയുന്നത് സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിലാണെന്നൊക്കെ പറയുന്നു. എന്തായാലും സ്ത്രീധനം കുറഞ്ഞതോ അല്ലെങ്കിൽ സംശയമോ എന്ത് മണ്ണാങ്കട്ടിയാവട്ടെ, പക്ഷെ ഈ വീട്ടിൽ എത്തിയ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയ ഈ പെൺകുട്ടിയെ രണ്ടാം ദിവസം തന്നെ അല്ലെങ്കിൽ ആദ്യ ദിവസം തന്നെ ഈ ഭർത്താവ് ഗുരുതരമായി അതിക്രൂരമായി പീഡിപ്പിക്കുന്നു. അവള് തറയിലടിച്ച് നെറ്റി വീങ്ങുന്നു, ചുണ്ട് രണ്ടും പിടിച്ചു വലിച്ച് പൊട്ടിക്കുന്നു, മൂക്കിൽ നിന്ന് രക്തമൊഴുകുന്നു. ഈ കുട്ടിയുടെ കേബിൾ, ഈ മൊബൈൽ ചാർജറിന്റെ കേബിൾ കഴുത്തിൽ മുറുക്കിയിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവൾ ഓടി രക്ഷപ്പെടുമ്പോൾ ബെൽറ്റ് കൊണ്ട് അടിച്ച് വീഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത പീഡനമാണ് ഈ പെൺകുട്ടി എന്താ പറയാ അനുഭവിച്ചത്. പക്ഷെ ഇതൊന്നും പെൺകുട്ടി പറഞ്ഞില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്വാഭാവികമായി വീട്ടിലെത്തിയപ്പോഴാണ് ഈ അച്ഛൻ ഈ കാര്യങ്ങൾ അറിയുന്നത്. കാര്യങ്ങൾ അറിഞ്ഞ ഉടനെ തന്നെ അച്ഛൻ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, മോളെ എൻ്റെ കൂടെ പോരൂ എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ വിളിച്ച് കൂടെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആ അച്ഛൻ ചെയ്തു. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത്, ഞാൻ വിസ്മയയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. വിസ്മയെ പക്ഷേ രക്ഷിക്കാൻ അച്ഛന് കഴിഞ്ഞില്ല. പരമാവധി അഡ്ജസ്റ്റ് ചെയ്യൂ മകളെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കുകയായിരുന്നു വീണ്ടും ഈ പറയുന്ന ഭർത്താവിന്റെ വീട്ടിലേക്ക് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ കോടതി വിധിയൊക്കെ കഴിഞ്ഞു. ഈ കിരണ്, അതായത് വിസ്മയുടെ ഭർത്താവ് കിരണ് 10 വർഷം തടവൊക്കെ വാങ്ങിക്കൊടുത്ത ആ ശിക്ഷാവിധി കേൾക്കാൻ അച്ഛൻ വന്നിരുന്നു. അച്ഛൻ വന്നത് മകൾക്ക് സ്ത്രീധനമായി കൊടുത്ത ആ കാറിലാണ് അച്ഛൻ വരുന്നത്. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട്, ഈ എൻ്റെ മകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാറായിരുന്നു ഇത്, അവളുടെ ആത്മാവ് ഇപ്പോൾ ഈ കാറിലുണ്ട് എന്നൊക്കെ പറയുന്നു. മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ആത്മാവ് എന്ത് കാറ്? പക്ഷേ ഈ പെൺകുട്ടിയുടെ ഈ കോഴിക്കോട്ടെ ഭർത്ത് വീട്ടിലേക്ക് അയച്ച മരിക്കും മുമ്പ് തന്നെ രക്ഷപ്പെടുത്താനായ ആ പെൺകുട്ടിയുടെ അച്ഛൻ അറിഞ്ഞ ഉടനെ തന്നെ മകളെയും കൊണ്ട് വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു പെൺകുട്ടി ഭയങ്കര ഒരു പാനിക്കായ അവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുകയാണ്. ശാരീരിക പരിക്കുകൾ മാത്രമല്ല, മാനസികമായി കൂടി ഒരു ആകെ പ്രശ്നത്തിലാണ് ഈ കുട്ടി. അപ്പൊ ഇവര് മുഖ്യമന്ത്രിക്ക് പരാതി കേൾക്കുക. കാരണം നമ്മുടെ പോലീസുകാരൊക്കെ ഇത് വളരെ ലാഘവത്തിലാണല്ലോ എടുക്കുക. പന്തിരങ്കാവ് പോലീസ് എനിക്ക് തോന്നുന്നു വളരെ ഗാർഹിക പീഡനം കുറ്റം ചുമത്തിയിട്ടാണ് ഈ ഭർത്താവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് ഗാർഹിക പീഡനം മാത്രമല്ല, വധശ്രമമാണ്. വധശ്രമത്തിന് കേസെടുക്കണം, കേസെടുത്ത് തീരൂ. ഇതിനു വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി അയക്കാൻ വേണ്ടി പോകുന്നത്. ആ കേസ് എന്താവും എന്നൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ പറഞ്ഞോട്ടെ, ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഈ വിസ്മയുടെ കാര്യമോ അല്ലെങ്കിൽ ഈ കോഴിക്കോട്ടെ പെൺകുട്ടിയുടെ കാര്യമോ അല്ല പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത് മറ്റൊന്നാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇതിനെപ്പറ്റി ഒരു കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഈ രാഷ്ട്രീയ തിരക്കുകൾക്ക് ഇടയിൽ കാരണം വിട്ടുപോയതാണ്. കാരണം ആ സംഭവം നടക്കുന്നത് UP-യിലാണ്, നമ്മുടെ യോഗി ആദിത്യനാഥിന്റെ UP. അവിടെ കാൺപൂരിൽ ഒരു BSNL ജീവനക്കാരനായ അനിൽകുമാറാണ് അച്ഛൻ. നമ്മൾ ഈ അച്ഛന്റെ കഥയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലെ ഒരു പെൺകുട്ടി, ഈ പറയുന്ന അനിൽകുമാർ എന്ന് പറയുന്ന BSNL ജീവനക്കാരനായ ആളുടെ മകൾ ഉർവി എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. അത് എഡ്യൂക്കേറ്റഡ് ആയ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയെ 2016 വിവാഹം കഴിച്ചയക്കുന്നത്. അങ്ങനെ 2016 വിവാഹം കഴിച്ച ആ കാലം മുതൽ തന്നെ ഈ പെൺകുട്ടി പീഡനങ്ങൾ ഏൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
പക്ഷെ ആ പെൺകുട്ടി ഫൈറ്റ് ചെയ്ത് നിന്നു. ഭർത്താവിനെതിരെ കോടതിയിൽ ഫയൽ ചെയ്തു. വിവാഹമോചനത്തിന് അവസാനം വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തു. അങ്ങനെ 8 വർഷത്തിന് ശേഷമാണ് വിവാഹം കഴിഞ്ഞ ഈ 2024 ഈ കഴിഞ്ഞ മാസമാണ് കോടതി വിവാഹമോചനം അനുവദിക്കുന്നത്. ഈ ഭർത്തു വീട്ടിലെ പീഡനം എന്നതോ കേസ് കൊടുക്കുന്നതോ വിവാഹമോചനോ ഒന്നൊരു വാർത്തയൊന്നുമില്ല. പക്ഷേ ഈ കാൺപൂരിലെ അനിൽകുമാറിന്റെ കാര്യം വാർത്തയാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കേണ്ടത് ഇതേപോലെ ഒരച്ഛനെ വേണമെന്നാണ്. കാരണം ഈ അനിൽകുമാർ ചെയ്തെന്താണെന്നറിയോ, ഈ വിവാഹമോചനം നേടിയിട്ട് തൻ്റെ മകളെ ഈ അച്ഛൻ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് എങ്ങനെയാണോ തൻ്റെ മകളെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ വാദ്യമേളങ്ങളോടെ ആർഭാടമായിട്ടായിരുന്നു ഈ അച്ഛൻ മകളെ ഭർത്തു വീട്ടിലേക്ക് ആനയിച്ചിരുന്നത്. അതിന് സമാനമായ വിധം ബാൻഡ് വാദ്യങ്ങളോടെ വാദ്യമേളങ്ങളോടെ ആഹ്ലാദത്തോടെ ആരവങ്ങളോടെ ആഘോഷമായിട്ടാണ് ഈ അച്ഛൻ വിവാഹമോചിതയായ മകളെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇതായിരുന്നു വീഡിയോ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം പെൺകുട്ടികൾ ഭർത്തു വീട്ടിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്നതിന് പകരം ഈ കാൺപൂരിലെ അച്ഛൻ നമുക്ക് മാതൃകയാവുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ പെൺകുട്ടികൾക്കും മാതൃകയാണ് ഇത് എന്ന് പറഞ്ഞാൽ വിവാഹമോചിതയായ മകൾ വീട്ടിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴെന്തോ ഒരു സ്റ്റാറ്റസിന് കുറഞ്ഞൊരു പോലെയാണ്. മോള് എന്താ പറയുക, വിവാഹമോചിതയായി എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി എന്തോ വലിയ തകരാറ് സംഭവിച്ച പോലെയൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ കുടുംബം തന്നെ മൊത്തം സ്റ്റാറ്റസ് ഇല്ലാതായി പോയി എന്ന് പറയുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ. അതിന് പകരമാണ് ഈ അച്ഛൻ നാട്ടുകാരെ മുഴുവനും കുടുംബങ്ങളെ മുഴുവനും വിളിച്ചറിയിച്ചുകൊണ്ട് ഇതാ തൻ്റെ മകളെ ഞാൻ വീട്ടിലേക്ക് വിവാഹമോചനം കഴിഞ്ഞ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് ആർഭാടങ്ങളോടെ ആഘോഷങ്ങളോടെ വാദ്യമേളങ്ങളോടെ കൊണ്ടുവരുന്നത്. ഈ കാര്യമാണ് യഥാർത്ഥത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഈ 3 അച്ഛന്മാരുടെ കഥയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തത്. അതായത് വിസ്മയുടെ അച്ഛൻ, നിർഭാഗ്യവാനായ അച്ഛൻ, വേണ്ട സമയത്ത് പ്രതികരിക്കാനാവാതെ പോയ മകളും പ്രതികരിക്കാനാവാതെ പോയ അച്ഛനും, നമുക്ക് ഒന്നും പറയാനില്ല. രണ്ടാമത്തത് ഈ പറവൂർക്കാരിയായ പെൺകുട്ടിയുടെ കോഴിക്കോട്ടെ ഭർത്തു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ പെൺകുട്ടിയുടെ അച്ഛൻ, ധീരനായ അച്ഛൻ, അപ്പോൾ തന്നെ മകളുടെ ജീവൻ രക്ഷിച്ച അച്ഛൻ. ഏറ്റവും ഒടുവിലായി നമ്മൾ ഒരു ബിഗ് സല്യൂട്ട് നൽകേണ്ടത് ഈ കാൺപൂരിലെ അച്ഛനായാണ്. കാരണം ഈ കാൺപൂരിലെ അച്ഛനാവട്ടെ പുതിയ പെൺകുട്ടികളുടെ ഒരു മാതൃക, അല്ലെങ്കിൽ നമ്മുടെ ഒരു മാതൃക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ ചേർത്ത് വെച്ച് പറയാനുണ്ടായിരുന്നു. കാരണം ഈ സംഭവം, ഈ കാൺപൂരിലെ അച്ഛൻ്റെ ഈ സംഭവം അറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് നമ്മുടെ പപ്പേട്ടൻ്റെ, ടി പത്മനാഭൻ്റെ ഒരു കഥയാണ്. പപ്പേട്ടൻ്റെ കഥകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പപ്പേട്ടൻ്റെ കഥ ഏത് എന്ന് ചോദിച്ചാൽ മിക്കവാറും ആൾക്കാർ പറയാം പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നായിരിക്കും, അല്ലെങ്കിൽ ഗൗരി എന്നായിരിക്കും, അല്ലെങ്കിൽ കടൽ എന്നായിരിക്കാം. അങ്ങനെ പപ്പേട്ടൻ്റെ ഇഷ്ടപ്പെട്ട കഥകൾ അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ അച്ഛൻ എന്ന് പറയുന്ന ഒരു കഥ പപ്പേട്ടൻ എഴുതിയിട്ടുണ്ട്. ആദ്യകാലത്തിൽ എഴുതിയൊരു കഥയാണ് അച്ഛൻ. ഈ അച്ഛനെക്കുറിച്ചും അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് പപ്പേട്ടൻ്റെ ഈ കഥയാണ്. ഒരുപക്ഷെ പപ്പേട്ടൻ്റെ കഥകൾ, പപ്പേട്ടൻ ഏതാണ്ട് 200-ഓളം കഥകളാണ് പപ്പേട്ടനാകെ എഴുതിയത്. ആ കഥകളിൽ എന്തോ അച്ഛനെന്ന കഥ ഞാൻ ഈ അടുത്ത കാലത്താണ് വായിച്ച് ഞാൻ ചെയ്തത്. ആ വായിച്ചതിൻ്റെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പപ്പേട്ടൻ്റെ വീട്ടിൽ ചെന്ന്, പപ്പേട്ടനന്ന് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു, സംസാരിക്കാനൊന്നും പറ്റിയില്ല. എങ്കിലും ഞാൻ പപ്പേട്ടനോട് അറിയിച്ചു, പപ്പേട്ട അച്ഛൻ എന്ന് പറയുന്ന കഥ വായിച്ചിട്ടാണ് ഞാൻ വന്നത്. പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല. അപ്പോൾ എനിക്ക് എൻ്റെ പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഈ അച്ഛൻ എന്ന് പറയുന്ന കഥ നിങ്ങളോട് ഈ വീഡിയോയിൽ പറയുന്നത് ശരിയല്ല. കാരണം എന്ന് പറഞ്ഞാൽ പപ്പേട്ടൻ്റെ കഥകളൊന്നും അങ്ങനെ പറയാൻ പറ്റുന്ന കഥകളല്ല. അത് പപ്പേട്ടൻ്റെ ഭാഷയിൽ, പപ്പേട്ടൻ്റെ വാക്കുകളിലൂടെ അത് വായിക്കുക തന്നെ വേണം. കാരണം പപ്പേട്ടൻ്റെ ചില വാക്കുകളൊക്കെ ഉണ്ട്, പകുതി വഴിക്ക് നിർത്തിയിട്ട് ബാക്കി നമ്മളെ ഊഹിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ഈ 2-3 മനോഹരമായ സന്ദർഭങ്ങളൊക്കെ ഈ കഥയിലുണ്ട്. അതായത് ഒരു വാചകം ഇങ്ങനെ എഴുതിയിട്ട് പകുതി വഴിക്ക് പപ്പേട്ടനെ നിർത്തുകയാണ്, പിന്നെ ഒരു 3 കുത്ത് മാത്രമാണ്. പിന്നെ സംഭവിക്കുന്നത് നമ്മുടെ കണ്ണുകൾ നിറയുകയാണ്. കാരണം പപ്പേട്ടൻ എഴുതാതെ പോയത് നമ്മൾ സ്വയം നമ്മൾ സ്വയം മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ സ്വയം ഊഹിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഈ അച്ഛൻ എന്ന് പറയുന്ന കഥ ഞാൻ വായിച്ചു തരാം. കാരണം അത് നമ്മൾ കേൾക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ഈ 3 അച്ഛന്മാരുടെ കഥ മനസ്സിലായ സാഹചര്യത്തിൽ. ഏതായാലും എന്താ പറയുക, ഇന്ന് രാഷ്ട്രീയ വീഡിയോകളൊക്കെ ഇതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ആദ്യം ഇത്തരത്തിൽപ്പെട്ട ഒരു സാമൂഹിക വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കാൺപൂരിലെ അച്ഛന് ഒരു നല്ല നമസ്കാരം പറയുന്നു. ഈ പറയുന്ന പറവൂരിലെ പെൺകുട്ടിയുടെ അച്ഛന്
നല്ല നമസ്കാരം പറയുന്നു ഈ വിസ്മയുടെ അച്ഛന് കണ്ണീരിൽ കുതിർന്ന നമസ്കാരം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.